ജീവിതത്തിൽ സ്ത്രീധനം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. സ്ത്രീധന നിരോധന നിയമത്തിന്റെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ശുപാർശകൾക്കെതിരെ സ്ത്രീധന നിരോധന ക്യാമ്പയിനുമായി KCYM തലശ്ശേരി അതിരൂപതാ സമിതി. സ്ത്രീധനം ഒരു സാമൂഹിക അനീതിയാണെന്നും അത് സ്ത്രീയുടെ ആത്മഗൗരവത്തെയും മനുഷ്യാവകാശത്തെയും ലംഘിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഇതിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടുന്ന 19 ഫൊറോന കേന്ദ്രങ്ങളിലും സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയും പ്രതിഷേധ സദസ്സുകളും സംഘടിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും കൗതുകമുണർത്തുന്ന എന്നാൽ സാമൂഹിക പ്രശസ്തിയുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയുമായി തലശ്ശേരി അതിരൂപത മുൻപോട്ട് വന്നു. സ്ത്രീധന നിരോധന ക്യാമ്പയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ ഒത്തിരി പേര് പങ്കെടുക്കുകയും വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ യുവജനങ്ങൾ തന്നെ സമൂഹത്തിലെ ഇന്നത്തെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് സാമൂഹിക പശ്ചാത്തലത്തോട് നടത്തുന്ന നല്ലൊരു പ്രതികരണമാണ് ഈ പ്രോഗ്രാം. കേരള പരിഷ്കരണ കമ്മീഷൻ സ്ത്രീധന നിരോധന നിയമത്തിൽ വെള്ളം ചേർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ നമ്മൾ കണ്ണു തുറന്ന് കാണുകയും കാത് കൊണ്ട് കേൾക്കുകയും എന്നാൽ അതിലെ കെണികളെ ചുറ്റുപാടുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു പരിപാടിയായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നിയമവിദഗ്ധർ ആവിഷ്കരിച്ചിട്ടിരിക്കുന്ന ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ വെള്ളം ചേർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ നമ്മൾ എതിർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമങ്ങൾ യുവജനങ്ങൾ തന്നെ നല്ല നേതൃത്വം എടുത്ത് തലശ്ശേരി അതിരൂപതയുടെ പ്രസിഡന്റ് അബിൻ വടക്കേക്കരയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ നല്ല ഒരു ക്യാമ്പയിൻ ഒത്തിരി പേര് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീധനം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി പടർന്നു കിടക്കുന്ന തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനം സ്ത്രീധന നിരോധന ക്യാമ്പയിനുമായി കടന്നു വന്നപ്പോൾ അതിനെ നെഞ്ചേറ്റിയ യുവതീ യുവാക്കളെയാണ് ഈ സമയത്ത് അഭിനന്ദിക്കുവാൻ അതിരൂപത യുവജന കുടുംബം ആദ്യം ആഗ്രഹിക്കുന്നത്. എല്ലാ ഇടവകളുടെയും നേതൃത്വത്തിൽ, ഫൊറോനകളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ പല കേന്ദ്രങ്ങളിലായി ചൊല്ലുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇതിന്റെ പ്രസക്തി പറഞ്ഞുകൊണ്ട് യുവജനങ്ങൾ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. സ്ത്രീയാണ് ധനം എന്ന വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടതും നമ്മൾ ചെലവാക്കേണ്ടതും നാം എന്ന കുടുംബത്തിൽ നാം ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അതൊരു പ്രത്യേക ധനം ലഭിച്ചത് കൊണ്ടല്ല, നമ്മൾ ഒരുമിച്ചുണ്ടാക്കുന്ന കെട്ടുറപ്പാണ്, ഐക്യമാണ്, ആ കുടുംബത്തിന്റെ ആ കരുതലാണ് നമ്മൾക്ക് വേണ്ട ധനം. ആ ധനം എന്നത് ഒരു കുടുംബജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന ബോധ്യം യുവജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കുവാനും വളരെ മനോഹരമായി തന്നെ എല്ലാ ഫൊറോന പ്രസിഡന്റുമാരും, ഫൊറോന ഡയറക്ടർമാരും, യൂണിറ്റ് ഭാരവാഹികളും, യൂണിറ്റ് വികാരി അച്ഛന്മാരും മറ്റു ഭാരവാഹികളും എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തോട് സഹകരിച്ചു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ പുരുഷ സമത്വം പാലിക്കുന്ന ഈ തലശ്ശേരി അതിരൂപത ഇത്തരം കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന്റെ ഏറ്റവും ചാലകശക്തി ഇവിടുത്തെ യുവജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവരാണ്. സമൂഹത്തിന്റെ ഇന്നിന്റെ പ്രശ്നങ്ങളോട് സംവദിക്കുന്നവരാണ്. അവർ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു യുവജന ശുശ്രൂഷ ചെയ്യുന്ന നല്ല നേതൃത്വം തലശ്ശേരി അതിരൂപതയ്ക്കുണ്ട്. സ്ത്രീധന നിരോധനം എന്നത് പോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ മാസം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് പടർന്നു കിടക്കുന്ന 18ഓളം സെന്ററുകളിൽ, പ്രധാനപ്പെട്ട ടൗണുകളിൽ സ്ത്രീ ശാക്തീകരണ യജ്ഞം നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിരുന്നല്ലോ ജനുവരി 24, അതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനിയും ഇത്തരത്തിലുള്ള വുമൺ എംപവർമെന്റ് പ്രോഗ്രാമുകൾ, വനിതാ സംഗമങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു പ്രത്യേക കാര്യം ഇതിനുവേണ്ടി ചെയ്യുന്നതിലല്ല, നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൊത്തം ഇന്നത്തെ പ്രവണതകൾ അനുസരിച്ച് ഒരു തിരിച്ചു നടപ്പ് ഈ ജെൻസി തലമുറയ്ക്ക്, തീർച്ചയായിട്ടും ഇന്നിന്റെ തലമുറയ്ക്ക് ഒരു സാധാരണത്വത്തിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പ് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഒത്തിരി പേരുടെ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും പിന്നാമ്പുറങ്ങളിൽ
ഈ സ്ത്രീധനം കൊടുക്കുകയും മക്കളെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി സ്വരുക്കൂട്ടിയ ലോണിന്റെയും കടബാധ്യതയുടെയും ഭയങ്കര വിഷമങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ കൊണ്ട് അവർക്ക് കൂടിയുള്ള ഒരു സപ്പോർട്ടാണ്, അവർക്ക് കൂടിയുള്ള ഒരു പരിഗണനയാണ്, അവരോടും കൂടെയുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഈ സ്ത്രീധന നിരോധന ക്യാമ്പയിൻ എന്ന പ്രോഗ്രാം. നീതിപൂർണ്ണ സമൂഹം നിർമ്മിക്കുവാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും